എനിക്ക് പൊതുവേ ഈ സംസാരം ഒത്തിരി എനിക്ക് പറ്റില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗണ്ട് ഭയങ്കര സ്ട്രെയിൻ. അതിനെന്താ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ടിപ്സ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതിരിക്കാന്നുള്ളത്. വേറെ എന്തെങ്കിലും സൗണ്ട് അങ്ങനെ ഞാൻ അധികം വോയിസ് സ്ട്രെയിൻ കൊടുക്കാറില്ല. അങ്ങനെ എനിക്ക് ഓരോരുത്തർക്കും ഓരോരോ വോയിസിന് ഓരോ ഇതാണല്ലോ. തണുത്ത വെള്ളം കുടിക്കില്ല എന്നൊക്കെ പറയും. തണുത്ത വെള്ളം ഞാനും കുടിക്കില്ല. പക്ഷെ എനിക്ക് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പാട്ടുകാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഡബിങ് അധികം നിർത്തിയതല്ലേ? സൗണ്ടിനെ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങി. അല്ല, പ്രത്യേകിച്ച് ഈ കരച്ചിലും ഒച്ചപ്പാടും വേളൊക്കെ ഡബിങ് ശരിക്കും നല്ല സ്ട്രെയിൻ ആണ്. നമ്മള് ഒരു ക്യാരക്ടർ ഇപ്പൊ അലറി വിളിക്കണ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണ്ടേ? അതെ, അഭിനയിക്കുന്ന പോലെ തന്നെ നമ്മൾ വോയിസ് കൊടുക്കണം. അത് സ്ട്രെയിൻ ആണ്. അതുപോലെ കരയുന്നത്, ചിരിക്കുന്നത്, ഇതെല്ലാം സ്ട്രെയിൻ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡബ് ചെയ്ത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ് ഡബിങ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ടിനെ അത് ബാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് പിന്നെ SPB സാറൊക്കെ ഡബ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സെപ്ഷൻ, അതൊക്കെ ലെജൻസ്. എന്നെ സംബന്ധിച്ച് വോയിസ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് സെൻസിറ്റീവാണ്. ഒത്തിരി സംസാരിക്കാനും ഒത്തിരി ഉറച്ച് ചിരിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെ എന്റെ സൗണ്ട് അത്രയും സെൻസിറ്റീവ് ആണല്ലേ? ഞാൻ കുറച്ചൊന്ന് ആ കാര്യത്തിൽ ഒന്ന് കെയർ ചെയ്യും. പിന്നെ ആഹാരം, ഫുഡ് അത്ര കൺട്രോളൊന്നും, തണുപ്പ് കഴിക്കില്ല എന്നേ ഉള്ളൂ. റെക്കോർഡിങ്സിന് മുന്നേ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിന് മുന്നേ എന്തൊക്കെയാ പ്രിക്കോഷൻസ് എടുക്കുക? ഞാൻ ചിന്തിച്ചത് അതാ. റെസ്റ്റ് ആയിരിക്കും, വോയിസ് റെസ്റ്റ് ആയിരിക്കും. എന്നാലും അപ്പൊ ഈ പുറത്ത് പോകുമ്പോഴൊക്കെ പല ക്ലൈമറ്റ് ആണല്ലോ, ക്ലൈമറ്റ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിപ്പോ എല്ലാവർക്കും അത് അടപ്പ് വരും അല്ലേ? തണുപ്പുള്ള സമയത്ത് ഒത്തിരി അത് നമ്മൾ പുറത്തിറങ്ങി നടക്കാതിരിക്കുക, കവർ ചെയ്ത് കെയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രീം ക്ലൈമറ്റിലോട്ടൊക്കെ പോവാറുണ്ടല്ലോ. അതെ, നല്ല തണുപ്പുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി അത്രയും തണുപ്പ് അധികം കൊള്ളരുത്, അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞിട്ട് കറങ്ങാൻ പോവാം. അതിനു മുമ്പ് നമ്മൾ വന്നേക്കുന്ന ജോലി ഇതിനാണല്ലോ. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല.